ഡൗൺലോഡ് ചെയ്ത സലിറ്റ് ലോഞ്ചർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. സോ ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ട്, ഓഫ്ലൈൻ അക്കൗണ്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണം ഇതിൽ കൊടുക്കാം. പക്ഷേ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് നമുക്ക് പ്ലേ സ്റ്റോറിലൊന്നും ഇല്ലാത്തൊരു ആപ്പാണ്. നമ്മുടെ എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത് കൊടുക്കാത്തതാണ് നല്ലത്. ജസ്റ്റ് നോ മോർ റിമൈൻഡേഴ്സ് കൊടുത്തിട്ട് ഇഗ്നോർ ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. സോ ഇനി നമുക്കിവിടെ ഒരു കസ്റ്റം യൂസർ നെയിം കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ലോഗിൻ കൊടുക്കുക, ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഒരു ഓഫ്ലൈൻ അക്കൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ നോ വേർഷൻസ് ഇൻസ്റ്റാൾഡ് എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ന്യൂ വെർഷൻ എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ വേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൽ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ 1.21.3 ആണ്. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒപ്റ്റിഫൈൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഒപ്റ്റിഫൈൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഒപ്റ്റിഫൈനും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും ടു ടാസ്ക് ഇൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരു 400 സംതിങ് MBയുടെ ഒരു എന്താ പറയുക ഫയൽ നമ്മുടെ ഡൗൺലോഡ് ആവും. സോ അത് ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 2 hours later. നമ്മുടെ ഗെയിം ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ആ ഒരു വിൻഡോയിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഓക്കെ, സോ ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. ഓക്കെ, അപ്പോൾ കേസ് ഇനി നമ്മൾ ഇതിഹാസയിലേക്ക് കയറാൻ പോവാണ്. സോ അതിനിവിടെ ജസ്റ്റ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കീബോർഡും മൗസും കണക്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ കളിക്കാമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേഴ്സർ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ കൈ കൊണ്ടാണ് കളിക്കുന്നതെങ്കിൽ. സോ ഇനി നമ്മളിവിടെ ആഡ് സെർവർ എന്ന് കാണാൻ പറ്റും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കീബോർഡ് വരണമെങ്കിൽ ജസ്റ്റ് ഇൻപുട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻപുട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കീബോർഡ് വരും. ഓക്കെ, സോ ഞാൻ എൻ്റെ ഇവിടെ കീബോർഡ് കണക്റ്റ് ആക്കിയതുകൊണ്ടാണ് അവിടെ കീബോർഡ് വരാത്തത്. സോ ഇനി നമ്മൾ ജസ്റ്റ് സെർവറിൻ്റെ പേര് കൊടുക്കാം. എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെർവറിൻ്റെ IP അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, സോ ഇതിഹാസേൻ്റെ IP അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിഹാസയുടെ സെർവറിൻ്റെ IP അഡ്രസ്സ്. സോ ഇവിടെ ജസ്റ്റ് ഇതൊന്നും കൊടുക്കേണ്ട, ജസ്റ്റ് ഓക്കെ ഡണ്ണ് കൊടുക്കാം. അപ്പോൾ ഡണ്ണ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു സെർവർ ലോഡാകുന്ന വരെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇതിഹാസ പബ്ലിക് പവേർഡ് ബൈ ടീം ഇതിഹാസ എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് 16 പേരാണ് കളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിഹാസയിലേക്ക് കയറാം. ഇവിടെ /register നമ്മുടെ പാസ്വേഡ് കൊടുക്കാം. ഇവിടെ കാണാൻ പറ്റും FPS ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് റിയൽ ടൈം FPS 53, അതായത് 50+ FPS കിട്ടുന്നുണ്ട്. അപ്പോൾ സലിറ്റ് ലോഞ്ചറിൻ്റെ അകത്ത് എങ്ങനെയാണ് കൺട്രോൾ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ കാണുന്ന PRI ബട്ടൺ നിങ്ങൾക്ക് ബ്ലോക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന CQ ബട്ടൺ നിങ്ങൾക്ക് ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സീക്കിൻ്റെ അടിയിലായിട്ട് കാണുന്ന ബട്ടൺ ജമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പ്രീയുടെ അടിയിലായിട്ട് കാണുന്ന ബട്ടൺ ക്രൗച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ടോപ്പിലായിട്ട് കാണുന്ന F5 ബട്ടൺ ക്യാമറ സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബട്ടനാണ്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെൻറ്ററി ഓപ്പൺ ആകും. മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള T ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറം തന്നെയുള്ള ഇൻപുട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കീബോർഡും ഓപ്പൺ ആകും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ACI എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെയിൻ ഓപ്പൺ ആകും. ബാക്ക് ടു ഓൺലൈൻ അങ്ങനെയൊക്കെയുള്ള ബട്ടൺ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പുറത്തിനുള്ള F3 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് ഒക്കെ കാണാൻ കഴിയും. പിന്നെ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കളിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.